ഈശോയിൽ സ്നേഹമുള്ളവരെ, നോയമ്പ് കാലത്തിലൂടെ നമ്മൾ നടന്നു നീങ്ങുകയാണ്. നമ്മുടെ ജീവിതങ്ങളെ തന്നെ ഒന്ന് ആത്മപരിശോധന ചെയ്യുവാൻ, നമ്മുടെ ജീവിതത്തിലുള്ള കുറവുകളെ, ബലഹീനതകളെ ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രായശ്ചിത്തവും പരിഹാരവും അനുഷ്ഠിക്കുവാനും, അതിലുപരി നമ്മുടെ ജീവിതങ്ങളെ നവീകരിക്കുവാനുമായിട്ടാണ് ഓരോ നോയമ്പുകാലവും നമ്മൾ ആഘോഷിക്കുക. ഇന്ന് സഭമാതാവ് രണ്ട് പവർഫുള്ളായിട്ടുള്ള ശക്തമായിട്ടുള്ള വചനഭാഗങ്ങളിലൂടെ അതിനെ നമ്മളെ കൂടുതൽ സഹായിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 8 വരെയും, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 33 മുതൽ 37 വരെയുള്ള സുവിശേഷ ഭാഗങ്ങളാണ്, വചനഭാഗങ്ങളാണ് ഇന്ന് സഭാമാതാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ അചഞ്ചലമായ വിശ്വസ്തയും നീതിബോധവും അതിന് മറുപടി എന്നോണം നമ്മുടെ സത്യസന്ധമായ ജീവിതവും ആണ് ഇന്നത്തെ വചനഭാഗങ്ങളിലെ സന്ദേശം. നമുക്ക് ഈ വചനഭാഗങ്ങൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ബലഹീനതകളെക്കാൾ കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കുവാനുള്ളൊരു ബോധവും, ഈ നോയമ്പ് ആഘോഷിക്കുമ്പോൾ ചില ചോദ്യങ്ങൾക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് ആത്മപരിശോധന ചെയ്യാനുള്ള ഒരു സമയമായിട്ട്, ഒരു ധ്യാനമായിട്ട് ഈ സുവിശേഷ ഭാഗങ്ങളെ, ഈ വചനഭാഗങ്ങളെ നമുക്ക് കരുതാം. ആദ്യമേ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വചനഭാഗം. അതിൽ പൗലോസ് ശ്ലീഹ യഹൂദർക്ക് അവരുടെ അഹങ്കാരത്തെ എളിമപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുക. നമുക്കറിയാം, യഹൂദർ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. അതിൽ അവരുടേതായ അഹങ്കാരങ്ങൾ തീർച്ചയായിട്ടും അവർക്കുണ്ട്. എന്നാൽ അവരോട് പൗലോസ് ശ്ലീഹ ചോദിക്കുന്നു, 3-ാം അധ്യായം 4-ാമത്തെ തിരുവചനത്തിൽ, നമ്മുടെ അവിശ്വസ്തത ദൈവത്തിൻ്റെ വിശ്വസ്തത ഇല്ലാതാക്കുമോ? നമ്മൾ നമ്മുടേതായ ജീവിതത്തിൽ കുറവുകൾ, കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയെ, ദൈവം നമുക്ക് നൽകേണ്ട ദൈവത്തിൻ്റെതായ ആ നീതിബോധത്തെയും വിശ്വസ്തതയും കുറയ്ക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അതിന് ഉത്തരവും തന്നെ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, ഒരിക്കലുമല്ല എന്ന്. പരീക്ഷാകാലമാണ്. ഒരു അധ്യാപകൻ, ഒരു അധ്യാപിക ക്ലാസ്സിലേക്ക് കയറി വന്ന് പരീക്ഷ എടുക്കുന്നത് പോലെയാണ് ഇത്. അവർ ഫ്രണ്ടിലിരിക്കുന്ന കുട്ടികൾ, ഫ്രണ്ടിലിരിക്കുന്ന വിദ്യാർത്ഥികൾ, ചിലർ കോപ്പി അടിക്കുകയോ അല്ലെങ്കിൽ ചിലർ അവരുടേതായ പൊടിക്കൈകൾ പരീക്ഷയ്ക്ക് എടുക്കുകയോ ചെയ്തു. അതുപോലെ തന്നെ മറ്റു ചിലർ പഠിച്ച് അവരുടെ കഠിനാധ്വാനം കൊണ്ട് പരീക്ഷയ്ക്ക് എഴുതി വിജയം നേടുന്നതും. ഇവർ മുമ്പിൽ ഈ രണ്ട് കുട്ടികളും തുല്യരാണ്. തെറ്റ് ചെയ്തവർക്ക് അവർ ശിക്ഷ നൽകുന്നു, അതുപോലെ തന്നെ സമ്മാനങ്ങൾക്ക് അർഹരായവർ, അല്ലെ അധ്വാനിച്ചവർക്ക് അവർ സമ്മാനങ്ങൾ നൽകുന്നു, വിജയികളെ അവർ അഭിനന്ദിക്കുന്നു. ഒരു അധ്യാപകൻ ഇത്രത്തോളം, ഒരു അധ്യാപികയ്ക്ക് ഇത്രത്തോളം ചെയ്യാമെങ്കിൽ കർത്താവായ ദൈവത്തിന് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൂടാ? അതുകൊണ്ടാണ് കർത്താവ് വാഗ്ദാനങ്ങൾ വിശ്വസ്തനും നീതിയുടെ രാജാവുമാണെന്ന് പറയുന്നത്. നീതി, അതായത് നീതിമാനായിട്ട് ദൈവം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. അപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ചോദ്യമായിട്ട് കടന്നു വരികയാണ്. നമ്മുടെ ജീവിതത്തോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുക. നമ്മൾ നമ്മുടെ ഈ ദൈവത്തിൻ്റെ കാരുണ്യത്തെ, അനന്തമായ കാരുണ്യത്തെ, അതായത് നമ്മൾ എത്ര തെറ്റ് ചെയ്താലും കർത്താവ് ക്ഷമിക്കും എന്നുള്ള ആ ഒരു കാരുണ്യത്തെ നമ്മൾ ചൂഷണം ചെയ്യുകയാണോ? അല്ലെങ്കിൽ മുതലെടുക്കുകയാണോ? അതല്ലെങ്കിൽ നമ്മുടെ അനുദിന ജീവിതം ഈ കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തരായിട്ടാണോ നമ്മൾ ജീവിക്കുന്നത്? റോമാക്കാരുടെ ഈ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ പരിശോധിക്കാം. ഇനി സുവിശേഷത്തിൽ കടന്നു വരുമ്പോൾ കർത്താവ് നമ്മോട് പറയുകയാണ്, നിങ്ങളുടെ ഉത്തരം അതെ എന്നും അല്ലെങ്കിൽ അല്ല എന്നുമായിരിക്കട്ടെ, അതിനപ്പുറത്തുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു എന്നാണ് പറയുന്നത്. അവിടുത്തെ ജീവിതം കാണിച്ചു തന്നു. ദൈവം വിശ്വസ്തനാണ്, നീതിമാനാണ് എന്ന് കാണിച്ചു തന്നു. പിന്നീട് നമ്മോട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ അതുപോലെ തന്നെ സത്യസന്ധതയുള്ള ഒരു ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട്, നമ്മുടെ വാക്കുകളിലൂടെ, നമ്മുടെ പ്രവൃത്തിയിലൂടെ സത്യസന്ധരായിട്ട് ഈ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് ഉത്തരം കൊടുക്കുവാനായിട്ട് അവിടുന്ന് ആവശ്യപ്പെടുന്നു. വീണ്ടും യഹൂദരോടാണ് കർത്താവ് സുവിശേഷത്തിലൂടെ, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 33 മുതൽ 37 വരെ പറയുന്നത്, യഹൂദര് പല വാഗ്ദാനങ്ങളും ചെയ്ത്, ആ വാഗ്ദാനങ്ങൾ അവർക്ക് ഉടമ്പടികളാണ്. തീർച്ചയായിട്ടും അവർ പല പ്രോമിസസും ചെയ്ത് അത് ലംഘിക്കുന്നവരായതുകൊണ്ട് തന്നെ അവരുടെ വാക്കുകളിലെ വില
വാക്കിന്റെ വില കുറഞ്ഞു വരുന്നത് കണ്ടിട്ടാണ് കർത്താവ് തീർച്ചയായിട്ടും ഈ ഒരു സുവിശേഷ ഭാഗം പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഞാനൊക്കെ തൃശ്ശൂർകാരനാണ്, എൻ്റെ പപ്പ ബിസിനസ്സുകാരനാണ്. ബിസിനസ്സുകാരന് അവൻ്റെ ഏറ്റവും മൂല്യമുള്ളത് അവൻ്റെ വാക്കുകളാണ്. ഞാൻ ഇന്ന സമയത്ത് ഇന്ന സാധനം അവിടെ എത്തിക്കും എന്ന് പറഞ്ഞ് ഓക്കെ, ഒരു വട്ടം ഒഴിവഴിവ്, രണ്ടാമത്തെ വട്ടം വീണ്ടും നമുക്ക് ഒഴിയാം, 3ഉം 4ഉം പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ വാക്കിന് എന്താണ് വില? തീർച്ചയായിട്ടും മറ്റു കടകൾ നോക്കിയിട്ട് അല്ലെങ്കിൽ മറ്റ് ബിസിനസ് നോക്കിയിട്ട് മറ്റു ആളുകളെ ആശ്രയിച്ച് ആൾക്കാർ പോകും. ചെയ്തികളിൽ വിശ്വസ്തയുള്ള ആളുകളുടെ പിന്നാലെ ആൾക്കാർ പോകും, അവരെ ബഹുമാനിക്കും. അതുപോലെ തന്നെ ഇതാ റോമക്കാർക്ക് ലേഖനത്തിൽ കർത്താവ് ദൈവം നീതിമാനാണ്, വാഗ്ദാനങ്ങളിൽ അചഞ്ചലമായ വിശ്വാസത്തിന്റെ ഉടമയാണ് നമുക്ക് കാണിച്ചു തന്നു. ആ കർത്താവിനെ പിൻചെല്ലുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതം കൊണ്ട് തന്നെ, സത്യസന്ധമായ ഒരു ജീവിതം കൊണ്ട് തന്നെ ആ കർത്താവിനെ പിൻചെല്ലുവാനായിട്ട് മത്തായിയുടെ സുവിശേഷത്തിലൂടെ കർത്താവ് വീണ്ടും ഉത്ബോധിപ്പിക്കുന്നു. വീണ്ടും നമുക്ക് ചോദ്യചിഹ്നമായിട്ട് മാറുകയാണ്. പലരോടും പലപ്പോഴും പ്രാർത്ഥിക്കുവാനായിട്ട് അല്ലെങ്കിൽ പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് പലരും വരുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മുടെ പല ഉത്തരവാദിത്തങ്ങളും, നമ്മൾ കമ്മിറ്റ് ചെയ്ത പല ഉത്തരവാദിത്തങ്ങളും നമ്മുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഉത്തരവാദിത്തത്തോടെ നിർവഹിച്ചിട്ടുണ്ടോ? നിർവഹിച്ചിട്ട് ഉത്തരവാദിത്തത്തോടെ ആ കമ്മിറ്റ്മെൻറ്റോട് കൂടിയിട്ട് നമ്മൾ നിർവഹിച്ചിട്ടുണ്ടോ? ഇത് ഒരു ചോദ്യചിഹ്നമായത്, ഇത് ചോദ്യമായിട്ട് പ്രത്യേകിച്ച് ഈ നോയമ്പ് കാലത്തിലൂടെ നമ്മൾ നോയമ്പ് കാലം ആഘോഷിക്കുമ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം നമ്മുടെ ആത്മപരിശോധനയ്ക്ക്, നമ്മുടെ ആഗ്രഹം നമ്മുടെ ജീവിത നവീകരണമാണ് എന്ന ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ചിന്തിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ഇത്ര കാരുണ്യവാനായങ്ങ് ഞങ്ങൾ പല പാപങ്ങളും ക്ഷമിക്കുന്നു. എന്നാൽ ഞങ്ങൾ പലപ്പോഴായിട്ട് ഈ കാരുണ്യത്തെ ഞങ്ങൾ മുതലെടുക്കുകയും ഞങ്ങൾ അത് ചൂഷണം ചെയ്യുകയാണെന്ന് തോന്നുന്നു. കർത്താവേ, തീർച്ചയായിട്ടും ഞങ്ങളുടെ ജീവിതത്തെ അങ്ങ് കാണിച്ചു തന്ന വിശ്വാസത്തിൻ്റെ മാതൃകയിൽ, വാഗ്ദാനങ്ങളുടെ വിശ്വാസത്തിൻ്റെ മാതൃകയിൽ സത്യസന്ധമായ ജീവിതാർപ്പണത്തോടുകൂടി ജീവിക്കാനുള്ള കൃപയും ശക്തിയും നൽകണമെന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവം ഈ നോയമ്പ് കാലത്തിൽ നല്ലൊരു ആത്മപരിശോധനയ്ക്കായിട്ട് നമ്മളെ തന്നെ ഒരുക്കുവാനായിട്ടുള്ള കരുത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് അവിടത്തോട് ചോദിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.